മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ജമ്മു കശ്മീരിലെ അവന്തിപ്പോറയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞു. അതേസമയം ജമ്മു കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. കഡ്വ, സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ സ്കൂളുകൾ തുറന്നു. വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന നടപടികൾ തുടരുകയാണ്. അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം രാജ്യാന്തര ആണവോർജ ഏജൻസി തള്ളി. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട്, പുതിയ അപ്ഡേറ്റ്സുകൾ വിഷയത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാകേഷ്, ഈ ജമ്മുകശ്മീരിലെ അവന്തിപ്പോറയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം. ഭീകരർക്കെതിരായ നടപടി കടുപ്പിക്കുകയാണ് സുരക്ഷാ സേന. ഇന്നിപ്പോൾ 48 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ജമ്മു കശ്മീരിൽ നടക്കുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യം അവന്തിപ്പോറിലെ ട്രാൾ മേഖലയിൽ ഉണ്ട് എന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ജമ്മു കശ്മീർ പോലീസും CRPFും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്ന് ഭീകരർ ആദ്യം സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഭീകരർ തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രം വളഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ കഴിയും, കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിലും സമാനമായ രീതിയിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രാൾ മേഖലയിലും അവന്തിപ്പോറയിലും സമാനമായ രീതിയിൽ ഭീകരരുടെ താവളം ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം തന്നെ രാകേഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിലേക്ക് അതിർത്തി പ്രദേശങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം കൂടി ഉണ്ടല്ലോ. കട്വ, സാംബ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വിവിധ ഇടങ്ങളിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നത് അടക്കമുള്ള നടപടികളും തുടരുന്നുണ്ടല്ലേ? അതെ ആര്യ, വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയോടും അന്താരാഷ്ട്ര അതിർത്തിയോടൊക്കെ ചേർന്നുകൊണ്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളൊക്കെ നിർവീര്യമാക്കുന്ന നടപടികൾ തുടങ്ങിയതാണ്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും കഴിഞ്ഞ 5 ദിവസമായി ജമ്മു കശ്മീർ ശാന്തമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ, ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടത് മുതൽ സാധാരണഗതിയിലേക്ക് മടങ്ങുകയാണ് ജമ്മു കശ്മീർ. സ്കൂളുകൾ പലതും ഇന്നലെ തുറന്നു. ഇന്ന് പ്രത്യേകിച്ച് സാംബ, കട്ടുവ അടക്കമുള്ള മേഖലകളിൽ സ്കൂളുകൾ തുറന്നു. കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാണ്. അത്തരത്തിൽ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങുകയാണ്. കാരണം നിയന്ത്രണ രേഖയിലാണ് വലിയ രീതിയിൽ ഷെല്ലിംഗ് അടക്കം നടന്നത്. ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാക് സൈന്യത്തിന്റെ ആക്രമണം. 20-ലധികം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അതല്ല സാഹചര്യം. സാധാരണ നിലയിലേക്ക് കശ്മീർ മാറുകയാണ്. ഒപ്പം തന്നെ വൈഷ്ണോദേവി തീർത്ഥാടനത്തിന്റെ കാര്യത്തിലും ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചോപ്ര സർവീസുകളൊക്കെ തന്നെ നിർത്തിവെച്ചിരുന്നു. അതിപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലേക്ക് വൈഷ്ണോദേവിയിലേക്ക് അടക്കം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഏതായാലും സർക്കാർ പ്രതീക്ഷിക്കുന്നത് സാധാരണ നിലയിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തേക്ക് എത്തും, ജമ്മു കശ്മീരിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ആര്യ, തീർച്ചയായും ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഈ അണുവായുധ കേന്ദ്രം തകർന്നു, കിരാന ഹിൽസിലെ ആക്രമണത്തിൽ എന്നുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രാജ്യാന്തര ആണവോർജ ഏജൻസി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഏത് തരത്തിലുള്ള പ്രതികരണമാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്? ഇന്ത്യയുടെ തിരിച്ചടി വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടൊരു തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയത്. അത് പാക് അധിനിവേശ കശ്മീരിലുള്ള സൈനിക താവളം മുതൽ സിന്ധ് പ്രവിശ്യയിലെ സൈനിക താവളങ്ങൾ, ഏതാണ്ട് 11 സൈനിക താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. മറിച്ച് ജനവാസ കേന്ദ്രങ്ങളൊന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമിച്ചു. അവിടെയാണ് വലിയ ആയുധശേഖരമുള്ളത്. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ആണവ ചോർച്ച ഉണ്ടായ തരത്തിലുള്ള പ്രചാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമായിരുന്നു. ഏതായാലും രാജ്യാന്തര ആണവോർജ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണമായി
രംഗത്ത് വന്നിരിക്കുകയാണ്. അത്തരമൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, അത്തരം പ്രചാരണം തെറ്റാണെന്ന പ്രതികരണമാണ് ഇപ്പോൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്ത് തന്നെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്നത്. കാരണം പാക് സർക്കാരിനേക്കാൾ ഉപരിയായി സാമൂഹ്യ മാധ്യമം, പ്രത്യേകിച്ച് ട്വിറ്ററിലടക്കം തന്നെയാണ് വലിയ രീതിയിൽ ഇത്തരം പ്രചാരണം നടത്തിയത്. ആണവ ചോർച്ചയുണ്ട്, ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ ആണവ ചോർച്ച ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നത്. അതേതായാലും ഈ ഘട്ടത്തിൽ തള്ളിക്കളയുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആര്യ. യെസ്, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.